ുമ്പോൾ ശ്രീമതി ഗീതു ഇവിടെ ഇതാ വാഹനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരഭിപ്രായമില്ല. അവർക്ക് പുതിയ വാഹനങ്ങൾ പരീക്ഷിക്കുവാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ടെസ്റ്റ് ഡ്രൈവിനെങ്കിലും അവസരം ലഭിക്കുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ വാഹന ഉപഭോക്താക്കളുടെ പട്ടിക പരിഗണിക്കുമ്പോൾ ലക്ഷറി വാഹനങ്ങൾ ആണ്. അങ്ങനെയൊരു വാഹനങ്ങളുടെ നിരയിലേക്കായിരിക്കാൻ ടെസ്ലയെ പോലുള്ളവർ കടന്നു വരിക എന്ന് വേണം അനുമാനിക്കാൻ. ഒപ്പം വലിയ മാറ്റങ്ങളോടുകൂടി വാഹനങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ ടെസ്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്, ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളടക്കം. താങ്കളിപ്പോൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സംരംഭക എന്ന നിലയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് ഈ ടെക്നോളജിയെ കൂടുതലായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. എന്നാൽ അത് തൊഴിലവസരങ്ങൾ നൽകുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇതിപ്പോൾ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു സാങ്കേതികതയെ ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഒരു നിഗമനം? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല ഇപ്പം US പോലുള്ള, അതായത് എല്ലാവരും ട്രാഫിക് റൂൾസ് പാലിക്കുന്ന, സീബ്ര ക്രോസിംഗോട് കൂടി ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന അങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു റോഡ്സിലും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനായിട്ട് ടെസ്ല ചിലപ്പോൾ റെഡി ആയിരിക്കും. ഈവൻ അമേരിക്കയിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും അവരത് ഉപയോഗിക്കുന്നില്ല, അവിടെ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ നമ്മുടെ റോഡിൽ മനുഷ്യർ പോലും നമ്മുടെ എത്ര റോഡിൽ സീബ്ര ക്രോസിംഗ് ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കണം. മനുഷ്യർ പോലും റോഡ് ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുള്ള ഒരു റോഡ് സിസ്റ്റം, ഒരുപാട് കുഴികളുള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം സെൽഫ് ഡ്രൈവിംഗ് പ്രാക്ടിക്കലാണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. കാരണം ഈവൻ US പോലുള്ള റോഡിൽ പോലും സെൽഫ് ഡ്രൈവിംഗ് കാറ് കാരണം ആൾക്കാർ മരണപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പോസിബിലിറ്റി ഇന്ത്യയിൽ എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളത് നമുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ലക്ഷറി കാർ സെഗ്മെന്റിലോട്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഓഡിയോ, ബെൻസോ, BMW ഒക്കെ സെല്ലാവുന്നുണ്ട്. അപ്പം ലക്ഷറി കാർ സെഗ്മെന്റിൽ അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാണെങ്കിൽ കൂടിയും അത്രയും കാർസ് സെല്ലാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം ടെസ്ലയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എത്രത്തോളം ഇന്ത്യൻ റോഡുകളിലും ഇന്ത്യൻ സിസ്റ്റത്തിലും ഈ ഒരു കാറ് പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ്. പിന്നെ സംരംഭക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ് ഇന്ത്യയിലോട്ട് വരുന്നു. അത് ആ ഒരു ബ്രാൻഡിന് മാത്രമല്ല ഗുണം ഉണ്ടാക്കുന്നത്, അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് MSMEs, ഒരുപാട് ബിസിനസ്സസ്, അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ബിസിനസ്സുകൾ, അതുപോലെ ഇപ്പോൾ ഈ പ്രൈമറിയെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ടെസ്ല 2023 ആണ് പൂനെയിൽ വിമൻ നഗറിൽ ആണ് അവർ പ്രോപ്പർട്ടി, അതായത് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ റെന്റ് അടക്കം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഒരു നിർമ്മാണ യൂണിറ്റോ പ്ലാന്റോ ഒന്നും ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നില്ല. മറിച്ച് സർവീസും സെയിലും എന്നതിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി സർവീസ് സെയിലും മാത്രമാണെങ്കിൽ കൂടിയും അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ MSMEക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും ഒരു ഗുണമുണ്ടാകും എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. കാരണം ഒരു ഗ്ലോബൽ കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു അസോസിയേറ്റഡ് ബെനിഫിറ്റ് ഇവിടെയുള്ള എല്ലാ കമ്പനീസിനും കിട്ടും. പക്ഷേ ഇതിനകത്ത് മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് മാറാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും അവരുടെ ഒരു പ്ലാന്റ് ഉണ്ടാകുമോ എന്നുള്ളത് പ്രാക്ടിക്കലി എനിക്ക് ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം സെമി കണ്ടക്ടേഴ്സ് പോലും ഗവൺമെന്റ് ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രോപ്പർ മാനുഫാക്ചറിങ്, ഒരു ചിപ്പ് യൂണിറ്റ് പോലും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അധികം പറ്റിയിട്ടില്ല. അതിപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് ഫോറിൻ കൺട്രീസ് തന്നെയാണ്. പക്ഷേ ഈവൻ ദെൻ ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിലോട്ട് വന്നിട്ട് അത് അസോസിയേറ്റ് ചെയ്തിട്ട് കുറേ എംപ്ലോയ്മെന്റ്, കുറേ MSMEസിനുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, ബാക്കിയുള്ള അതിന്റെ അറൗണ്ട് വരുന്ന ഒരു ഗ്രോത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഈ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചില പോളിസികൾ ഉണ്ടല്ലോ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നടത്തുന്ന ഈ ചുങ്ക വാർ എന്ന് വേണമെങ്കിൽ നമുക്ക്, ചുങ്കയുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. പല രാജ്യങ്ങൾക്കും അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു, ഇരട്ടിയാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിൽ തയ്യാറാക്കണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നത് വളരെ വലുതാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് യൂത്ത് വലിയ തോതിൽ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനമുള്ള ഒരു രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഈ നിർമ്മാണം എന്നത് കുറച്ചുകൂടി ചെലവ് ചുരുക്കിയൊക്കെ സാധിക്കാൻ അങ്ങനെ ഒരു സാധ്യത മസ്ക് പ്രയോജനപ്പെടുത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇലോൺ മസ്കിന്റെ കേസിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എലോൺ മസ്ക് ഹാസ് ബിക്കം കുറച്ചും കൂടെ ഒരു പൊളിറ്റീഷ്യൻ റാദർ ദാൻ ഒരു ടെക്നോളജി എൻതൂസിയാസ്റ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ US ഇലക്ഷനിൽ തന്നെ കണ്ടതാണ്, എലോൺ മസ്ക് ട്വിറ്റർ ടേക്ക് ഓവർ ചെയ്തു. നേരത്തെ ട്വിറ്ററിന്റെ പ്രീവിയസ് ഓണേഴ്സ് ട്രംപിനെ ബാൻ ചെയ്തതായിരുന്നു. പക്ഷെ എലോൺ മസ്ക് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അക്കൗണ്ട് തിരിച്ച് ഫിക്സ് ആക്കി കൊടുത്തു. ട്രംപിന്റെ ഫണ്ട് തന്നെ അദ്ദേഹമായിരുന്നു പ്രധാനമായും.
അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ പൊളിറ്റിക്കലി കൂടെ ഒരു താല്പര്യമുള്ള ഒരാൾ ഈ ഒരു സിനാരിയോയിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു ടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട് മാത്രമേ ഒരു സയന്റിസ്റ്റ് വരുന്നത് പോലെ എലോൺ മസ്കിന്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും താങ്കൾ ആ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ മിഥുനിലേക്ക് പോകുന്നു.